Watch full episodes on Jio Hotstar. അയ്യോ ഇതേതോ രാക്ഷസനാണെന്ന് തോന്നുന്നത്. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഈശ്വരന്മാരെ, ഞാൻ ഇതിനു മാത്രം എന്ത് തെറ്റ് ചെയ്തു? എന്റെ കടയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ. ഓടിക്കോ, രക്ഷിക്കണേ. രക്ഷിക്കണേ! ആരെങ്കിലും രക്ഷിക്കണേ! ഹലോ മോട്ടുപൊത്തലോ, ഒന്ന് വേഗമാ. ഒരു രാക്ഷസ പക്ഷി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പണിയും നിർത്തിവെച്ച് ഒന്ന് വേഗം വായോ. ആ വലിയ പക്ഷി എവിടെയാണ്? ചായക്കട ചേട്ടാ വേഗം പറയൂ, ആ വലിയ പക്ഷി എവിടെയാണെന്ന്. അതാ അവിടെ. ഇതിനെയാണോടോ പക്ഷി എന്ന് പറയുന്നത്? ഇത് ഡ്രാഗണാ, ഡ്രാഗൺ. ഞങ്ങളെ കുടുക്കി കളഞ്ഞല്ലോ ചായക്കട ചേട്ടാ. പറയുമ്പോ നല്ലോണം തെളിച്ച് പറയണ്ടേ. ഓടിക്കോ! ഓടിക്കോ. ഓടിക്കോ. എന്റെ അമ്മോ, എന്നെ രക്ഷിക്കൂ. എന്റെ പത്തിലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. സമൂസ കഴിച്ചോ, എന്നിട്ട് പണി തുടങ്ങിക്കോ. നീ ഇതിനെ തടഞ്ഞു നിർത്ത്, ഞാൻ സമൂസ എടുത്തിട്ട് ഓടി വരാം. ചായക്കടക്കാരൻ ചേട്ടാ, വേഗം സമൂസ തന്നേക്ക്. അതിന് സമോസ ഉണ്ടാക്കിയാലല്ലേ തരാൻ പറ്റൂ. തയ്യാറാക്കാൻ പോവുകയായിരുന്നു, അപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. വേണമെങ്കിൽ ഈ വേവാത്ത സമോസ തിന്നോ. ഐഡിയ. നല്ല മണം. ഇനി വരൂ ഡ്രാഗൺ ചേട്ടാ. എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ വലിയേട്ടനെ തിന്നുവെന്നാണ്. വലിയേട്ടൻ ഇതിന്റെ വയറ്റിനകത്തുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഡ്രാഗനെ വെറുതെ വിടൂല, വെറുതെ വിടൂല.
ചേട്ടാ പ്രശ്നമൊന്നുമില്ലല്ലോ. മോട്ടു എന്റെ ചങ്ക്, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടായി റോബോട്ട് ഡ്രാഗനെ ഉണ്ടാക്കിയത്. പക്ഷെ നീ എത്ര എളുപ്പത്തിലാ അതിനെ നശിപ്പിച്ച് കളഞ്ഞത്. കൂടത്തിൽ എന്റെ നടുവിന്റെ ബോൾട്ട് ഇളകിപ്പോയി. എന്തോന്നാ ചങ്ക ഇത്? റോബോട്ട് ഡ്രാഗനോ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ? എന്റെ ചങ്ക്, ഞാൻ ഡ്രാഗൺസിന്റെ റിസർച്ച് നടത്തുകയായിരുന്നു. ഞാൻ നോക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് ആളുകൾ ഡ്രാഗനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന്. പക്ഷേ മോട്ടു, നീ എന്റെ കണ്ടുപിടുത്തം മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ് ചങ്കേ. ആകെ മൊത്തം കുളവാക്കി കളഞ്ഞില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആവിഷ്കാരത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാരണം കൊണ്ട് ഈ ഫുർഫുറി നഗറിന് ഈ അവസ്ഥ വന്നു. അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കാറ് കത്തിപ്പോയി. എന്റെ കട മൊത്തം കത്തിപ്പോയി. എന്റെ വീടും കരിഞ്ഞു പോയി. സോറി ചങ്കുകള്, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിയേക്കാം. ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും ഞാൻ ഡബിൾ നഷ്ടപരിഹാരം തന്നേക്കാം. അഥവാ റിസർച്ച് ചെയ്യാണെങ്കിൽ ഒറിജിനൽ ഡ്രാഗണിൽ ചെയ്തുകൂടെ? എന്റെ അമ്മോ, പത്ലു പറയുന്നത് വളരെ ശരിയാണ്. റിസർച്ച് നടത്തണമെങ്കിൽ അത് ശരിക്കുള്ള ഡ്രാഗന്റെ മീതെ തന്നെ വേണം. അതെ 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 അതെ, ശരിക്കുള്ള ഡ്രാഗൺ തന്നെ. വലിയേട്ടാ വരൂ, നമുക്കെല്ലാവർക്കും ശരിക്കുള്ള ഡ്രാഗൺ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോവാം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്റെ മനസ്സ് വായിച്ചെടുത്തു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് ഡ്രാഗൺസ് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന്. വരൂ ചങ്കുകളെ, നമുക്ക് പോയേക്കാം ശരിക്കുള്ള ഡ്രാഗൺസിന്റെ സ്ഥലത്തേക്ക്. അതേ ചങ്കേ, പൊളിച്ചേ ഡ്രാഗൺ വേൾഡ്, ഞങ്ങൾ വരുവാണ്. ഡ്രാഗുണി മോനെ വേണ്ട. റെയിൻബോ ബെറീസ് ബ്ലാക്ക് ഡ്രാഗൺസ് മാത്രമേ കഴിക്കാറുള്ളൂ. നമുക്കത് കഴിക്കാനാവില്ല. അതെന്താ അമ്മേ? എന്ത് ഭംഗിയാ ഈ റെയിൻബോ ബെറീസ്. നമ്മൾ എന്തുകൊണ്ടാ കഴിക്കാത്തത്? ഈ ബെറീസ് കഴിച്ചു കഴിഞ്ഞാ ബ്ലാക്ക് ഡ്രാഗൺസിന്റെ വയറ്റിൽ നിന്നും തീ വരും മോനെ. അവരങ്ങനെയാണ് തീ തുപ്പുന്നത്. അതുകൊണ്ട് ഈ റെയിൻബോ ബെറീസ് ആരും കഴിക്കരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? അവരെങ്ങാനും ഈ സംഭവം അറിഞ്ഞാൽ അവർ വന്ന് നമ്മളെ എല്ലാം നശിപ്പിച്ചു കളയും. കേട്ടോ ചേട്ടാ, 300 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഇതെല്ലാം കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡ്രാഗൺസ് അവരെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഗ്രീൻ ഡ്രാഗൺസ് റെയിൻബോ ബെറീസ് കഴിക്കാറേയില്ല. അതുകൊണ്ടാണ് നമ്മൾ പീസ്ഫുൾ ഡ്രാഗൺസ് ആയത്. നമ്മൾക്ക് ഈ റെയിൻബോ ബെറീസിന്റെ ആവശ്യം എന്താ? ഞാൻ കളിക്കാൻ പോവുകയാണ്. നിൽക്കൂ ഡ്രാഗോണി മോനെ, നിൽക്കൂ. ആ മൈതാനത്തിലേക്ക് പോവാനേ പാടില്ല. മുകളിലൂടെ പറക്കുന്ന ബ്ലാക്ക് ഡ്രാഗൺസ് എങ്ങാനും കണ്ടാൽ അവർ നമ്മളെ ആക്രമിച്ചു കളയും. മോനെ, നമ്മൾ മരങ്ങളുടെ മറവിലിരിക്കാനേ പാടുള്ളൂ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഇതെന്താ മമ്മി? എന്തിനാ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഇങ്ങനെ പേടിക്കുന്നത്? Watch India's largest kids library only on Jio Hotstar. Download the app now.